എന്നെ കണ്ട് തല താഴ്ത്തി, എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താ പ്രത്യേകത കടിച്ചതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് മോളെ ചികിത്സിക്കാനാണ് ചെല്ലണത്. അപ്പോൾ നോക്കുമ്പോൾ ഇവരുടെ വീട്ടിലെ അടുക്കളയിൽ ആരോ രോഗമുള്ള ആൾ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു, അടുക്കളയിൽ ആരും നിൽക്കണത് ആരപ്പോൾ ആളെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മയാണ്. വന്ന് അടുത്ത് വന്നിരുന്നവയ്ക്ക് അവർ ഇളകി തുടങ്ങി. സർപ്പ ഇള പോലെ അവിടെ കുറേ കഴിഞ്ഞ് ഞാൻ വലത്തെ കൈ പിടിച്ച്. നാഗദോഷം, സർപ്പദോഷം എല്ലാവരും ഭയക്കുന്ന, പേഴ്സണലി എനിക്കും ഭയങ്കര പേടിയാണ്. ഇതിൽ എന്താണ് ഇതിനുള്ളിൽ ഇത്രയും സത്യവും പേടിക്കേണ്ടതായിട്ടുള്ളത്? എനിക്കറിയണ കാര്യം പറയട്ടെ ഞാൻ, കാരണം എനിക്ക് അങ്ങനെയാണ് ശീലം. എഴുതി വെച്ചിട്ടുള്ളതല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. പഴയൊരു തറവാട്ടിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തറവാട്ടിൽ ഞാൻ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഈ തറവാട് ഛിന്ന ഭിന്നമായി. അവിടെ വലിയൊരു പാമ്പും കാവുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു 8ാം ക്ലാസ്, എൻ്റെ 13 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു പാമ്പ് വിട്ടുകൊണ്ടൊരു പാമ്പിന് സ്വപ്നം കാണാൻ. ഞങ്ങളുടെ തറവാട് വെള്ളയത്ത് എന്ന് പറയും. ഇവിടെ നിന്നുള്ള പല ആൾക്കാരും പല ജ്യോത്സ്യന്മാരും കാണാൻ പോകുമ്പോഴൊക്കെ ഈ പാമ്പും കാവ് നശിപ്പിച്ച ചരിത്രം എല്ലാവരും പറയും. അപ്പോൾ നമുക്കത് ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ ഞാനാണെങ്കിലൊരു, എന്നെ ആൾക്കാർ നിരീശ്വരവാദി എന്ന് വിളിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ നിരീശ്വരവാദി ഒന്നല്ലായിരുന്നു, ഉള്ളതിനെയല്ലേ അന്വേഷിക്കേണ്ടു എന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ സ്ഥിരം സ്വപ്നം കാണുന്നു. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാമ്പിൻ്റെ സ്വപ്നം കാണുകയും, അത് പാമ്പിൻ്റെ സ്വപ്നങ്ങൾ ബോഡിയിൽ കൊഴുപ്പ് കൂടിയിട്ടാണെന്നുള്ളൊരു സയൻസ് ഉണ്ട്. രേതസ് കൂടി കഴിഞ്ഞാൽ പാമ്പിനെ, പക്ഷേ ഒരേ പാമ്പിനെ വെട്ടുകൊണ്ട പാമ്പിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ അങ്ങനത്തെ കൊഴുപ്പ് കൂടിയിട്ടുള്ള കോഴിമുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്വപ്നം കൂടുതൽ കാണും, പാമ്പിൻ്റെ സ്വപ്നം കാണും. ആ സ്വപ്നം കാണലും ഈ പാമ്പിൻ്റെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ വഴുവഴുത്തുള്ള കുറേ പാമ്പുകളും മീനൊക്കെ ഒരുമിച്ച് മേലെ കയറണതൊക്കെയാണ് സ്വപ്നം കാണുക. അത് കൊഴുപ്പിൻ്റെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, കാരണം സ്വപ്നങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ പാമ്പിൻ്റെ സ്വപ്നം കണ്ടിട്ട് അവസാനം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് ആ പാമ്പുകാവ് എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഉണ്ടായിരുന്ന പ്ലേസിലല്ല, ഇപ്പോൾ വേറെ ദിക്കിലാണ് ആ പാമ്പുകാവ് വെച്ചിരുന്നത്. ആ പാമ്പുകാവിനൊരു പ്രത്യേകതകൾ വെച്ചാൽ ഇളകിയ മണ്ണിലാണ് പാമ്പുകൾ ഉണ്ടാവുക. ഭയങ്കര കട്ടിയുള്ള മണ്ണിൽ പാമ്പുകൾ അവിടെ ഉണ്ടാവില്ല. നേരത്തെ പാമ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പാമ്പ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് സമൂഹത്തിന് ഏറ്റവും, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ. അതിനെ ഉപദ്രവിക്കാതെ സാധാരണ ഇതിൽ പാമ്പ് ഉപദ്രവിക്കാറില്ല, നമ്മളുടെ ഭയമാണ് നമ്മളെ ഉപദ്രവിക്കാറ്. അപ്പോൾ സർപ്പദോഷം എന്ന് പറഞ്ഞാൽ അത് ജാതകവുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികൾ. രാഹു ഇടഞ്ഞു നിൽക്കുകയെന്നൊക്കെ പറയും. അത് കുട്ടികളുണ്ടാവില്ല എന്നും, രാഹു 5 കുട്ടികളില്ല എന്ന് ഉള്ളവർക്ക് പൊതുവെ കേൾക്കുന്ന സർപ്പങ്ങളുടെ വാസസ്ഥലം നശിപ്പിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങൾക്കൊരു ശാപം വരും അല്ലേ. സർപ്പത്തിന് മറ്റു ജീവികളെക്കാൾ പ്രത്യേകതകളാണെന്ന് വെച്ചാൽ മറ്റു ജീവികളൊന്നും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യില്ല, സർപ്പം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുന്നു. നമുക്ക് നന്മ ചെയ്യുന്ന ജീവികളെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ശാപം വരും. നമുക്ക് ആർക്കായാലും ശാപം വരുള്ളൂ. നമ്മളിപ്പോൾ അറിയാണ്ടൊരു ചവിട്ടി മോളെ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് പോകണം, മോൾക്ക് വേദന എടുത്തു, മോളൊന്നും ശക്തിയില്ലേ, രാവിലെ നോർമലി. ഇതുപോലെ ആവാസസ്ഥലം നിഷേധിക്കപ്പെട്ട സർപ്പങ്ങളുടെ ശാപം, മാനസികമായിട്ടുള്ള ശാപമാണ് ഫലമായിട്ട് വരുന്നത്. അത് മിക്കവാറും വീടുകളിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗത്തിനെയാണ് കാണുന്നത്. അതിൻ്റെ കാരണം ഈ പാമ്പുകാവിൽ ചില വൃക്ഷങ്ങൾ വളരും. ആ വൃക്ഷങ്ങൾ തൊട്ട് മുറിക്കാൻ പോയി കഴിഞ്ഞാൽ ആളുടെ മേല് അതൊക്കെ കായകൾ വരും. അതിന് വേണമെങ്കിൽ ഒരു സയൻസ് എന്ന് വെച്ചാൽ ചില സോപ്പൊക്കെ ഉണ്ടാക്കില്ലേ, ചില കായകളുണ്ട്, ഉരുളിഞ്ചി കായ എന്ന് പറയും, സ്വർണം ഭാഷയാണ്. ഈ ഇതൊക്കെ പതയാ വരുന്നത്, ഇതൊക്കെ ആസിഡുകളല്ലേ ഇതൊക്കെ. ഇതുപോലത്തെ ആസിഡുകളായിരിക്കും ഈ സർപ്പക്കാവിൽ. കാരണം സർപ്പത്തിൻ്റെ ഭക്ഷണം വെറൈറ്റി ഭക്ഷണമാണ്. കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ സർപ്പം കഴിക്കുന്നത് സാധനം തവളയും അതും ഇതൊക്കെയാണ്. പിന്നെ വല്ലാണ്ട് ശുദ്ധിയും കാര്യങ്ങളും, അത് മറ്റൊരു സൈഡ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എനിക്ക് വിശ്വാസമാണെന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അതിന് സർപ്പത്തിന് മോൾക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം മോളുടെ ജാതകത്തിൽ രാഹു ഒരല്പം വീക്കായിട്ടും കുടുംബ സംബന്ധമായിട്ട് സർപ്പത്തിൻ്റെ ചെറിയ ദോഷമുള്ള, അത് നിങ്ങൾ ഏത് ജ്യോത്സ്യനെ കണ്ടാലും നിങ്ങളോട് കണ്ട ലെവൽ അത് പറയുന്നുണ്ട്. ഒരു സർപ്പിണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഫേസിൻ്റെ ഉടമസ്ഥയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിരോധമില്ലെങ്കിൽ പറയും. അതെന്ന് വെച്ചാൽ സർപ്പവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഓരോ ജീവികൾ, ഇപ്പം എൻ്റെ മുഖം നോക്കിയിട്ട് സിംഹം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി സിംഹവുമായിട്ട് ബന്ധമുള്ള മുഖം ആയിട്ട് കാണും. അതുപോലെ മോളുടെ മുഖം, കണ്ണും ദൃഷ്ടിയുടെ സ്റ്റൈലും സർപ്പത്തിൻ്റെ ഒരു
സ്റ്റൈലുണ്ട്. ഇപ്പോൾ നമ്മൾ കൈ കൂട്ടി ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ സർപ്പത്തിനെ അനുകരിക്കാൻ പറ്റുന്ന ഒരു രൂപവും ഭാവവും ഉണ്ട് മോളുടെ മുഖത്ത്. തന്നെയല്ല, ആരോടെങ്കിലും എപ്പോഴെങ്കിലും വൈരാഗ്യം കയറി വന്നാൽ അത് ഇറങ്ങിപ്പോകാൻ ഒരുപാട് ടൈം എടുക്കും. ഇതാണ് മോളുടെ മുഖലക്ഷണം. ദേഷ്യം, അതായത് നമുക്ക് വൈരാഗ്യം വന്നു വിചാരിക്കാം, വെറുപ്പ് എന്ന് കൂട്ടാം. ഈ വെറുപ്പ് ഇറങ്ങിപ്പോൾ വലിയ വെറുപ്പ് വളരെ കുറച്ചേ വരുള്ളൂ. പക്ഷെ വന്നാൽ പിന്നെ ആളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇഷ്ടമല്ലാണ്ടാവും. അല്ലാണ്ട് കുറ്റം പറഞ്ഞു നടക്കുന്നല്ല, ആളെ കുറിച്ച് പിന്നെ പ്രതിപാദിക്കില്ല. അത് നമ്മുടെ ലൈഫിൽ അത് കട്ട് ഇങ്ങനെയാണ് കാണുക. ഇത് മോളുടെ മുഖം പറയുന്ന സംഗതിയാണ്. നമ്മളിപ്പോൾ കണ്ടിട്ട് 2 മണിക്കൂർ ആവണുള്ളൂ, നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്. അപ്പം സർപ്പത്തിൻ്റെ ദോഷങ്ങൾ കുറേശ്ശെ ബാധിച്ചിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് മോള് വന്നിരിക്കുന്നതെന്ന് മോളുടെ അംഗവിക്ഷേപങ്ങൾ കൊണ്ട് മനസ്സിലാവും. അതൊന്ന്. പിന്നെ ഈ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരണമെങ്കിൽ ചികിത്സിച്ചിട്ട് മാറാത്ത കേസുകളാണെങ്കിൽ അതിന് സർപ്പവുമായിട്ട് ചെറിയ ബന്ധമുണ്ടെന്ന് കണക്ക് കൂട്ടി പറയേണ്ടി വരും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ കാണുന്നത് ഒന്നിലെ കുട്ടികളുണ്ടാവില്ല, അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ളത്. പിന്നെ ഈ കണ്ണിന് കാഴ്ചക്ക് വരുന്നതും സർപ്പത്തിന്റെ സ്റ്റൈലില് ദൃഷ്ടിയുടെ കറുപ്പ് കളർ മാറിയിട്ട് വെള്ള കളറായി കാണാറുണ്ട്. വെള്ള കളർ കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ കൂടി വരും ഇതങ്ങനെ. തന്നെയല്ല, ചില സമയങ്ങളിൽ സർപ്പം മനസ്സിനെ ബാധിച്ചാൽ സർപ്പം ഇഴയുന്നത് പോലെ വ്യക്തികൾ ഇഴയും. ഞാനൊരു സൈക്കോതെറാപ്പി ശരിക്കും വരുന്നതായിരിക്കും. അതായത് ഞാൻ പറയാതെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴ് സിനിമയിൽ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മനസ്സിൽ രൂഢമൂലമായി കയറി കിടക്കുന്ന കുറെ കഥകളും ആ കുട്ടി തന്മയത്വത്തിലെത്തണം. അതായത് തന്മയീഭാവം എന്ന് പറയാൻ പറ്റും. അത് തന്നെയാണ് ഇത്, ഞാൻ അതായി മാറുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ കുറച്ച് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സർപ്പങ്ങളുടെ കേസുകൾ. അതിലൊരു കേസിൽ കൊത്തിയ പാമ്പ്, കടിച്ച പാമ്പ്, അവർ പറഞ്ഞിരുന്നില്ല എന്നോട് സർപ്പം കരിനാഗം കടിച്ചതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് മോളെ ചികിത്സിക്കാനാണ് ചെല്ലണത്. അപ്പോൾ നോക്കുമ്പോൾ ഇവരുടെ വീട്ടിലെ അടുക്കളയിൽ ആരോ രോഗമുള്ള ആൾ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു, അടുക്കളയിൽ ആരും നിൽക്കണത് ആരപ്പോൾ ആളെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മയാണ്. അടുത്ത് വന്നിരുന്നവയ്ക്ക് അവർ ഇളകി തുടങ്ങി. സർപ്പ പോലെ അവിടെ കുറേ കഴിഞ്ഞ് ഞാൻ വലത്തെ കൈ പിടിച്ച് തൈവല്ലോണ്ട് ഞെക്കിയിട്ട് നോർമലാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ കഴുത്തിലെ മാല ഊരി നോക്കി കിണറിലേക്ക് നോക്കാൻ തോന്നി. കിണറ്റിൽ ഇവരെ കടിച്ച പാമ്പ് കിണറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു, കറുത്ത പാമ്പ്. എന്നെ കണ്ട് തല താഴ്ത്തി. എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താ പ്രത്യേകത എന്നുള്ളത്. എൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. അവിടെ ഈ സർപ്പത്തിനെ കൊല്ലരുത് എന്ന് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. കയറിട്ടിട്ട് കയറ്റിച്ച് പുറത്തേക്ക് പോയി ആ സർപ്പം. പക്ഷേ ഇവരുടെ പ്രശ്നം തെറാപ്പി കൊണ്ട് ഇല്ലാണ്ട് കഴിഞ്ഞത്. അവരുടെ അകത്തെ ആ വിഷാംശം കിടക്കുന്നുണ്ടായിരുന്നു. സർപ്പം കടിച്ചതെന്ന് പറയാൻ വയ്യ. ശക്തമായിട്ടുള്ള സാധനം. ഈ കരിനാഗം കടിച്ചതാണ് അവരെന്നും കുറേ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അവർക്ക് ധാരാളം ഉണ്ടെന്നും മകളെ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാവണത് അകത്തുള്ള ആൾക്ക് പ്രശ്നമുണ്ടെന്ന്. അവരെന്നോട് പറഞ്ഞില്ല. സർപ്പങ്ങളുടെ ദോഷം എന്ന് പറയുന്ന സംഗതി സർപ്പശാപം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം വേദനിക്കപ്പെട്ട ആവാസസ്ഥലം ഇല്ലാതായിട്ടുള്ള ജീവികൾക്കാണ് ശാപം വരാൻ, അല്ലെങ്കിൽ അന്നം മുടക്കിയിട്ടുള്ളതിന്. അവരുടെ കൂട് നശിപ്പിച്ചാൽ അവർക്ക് ശാപം വരും. അത് സർപ്പത്തിൻ്റേതാവുമ്പോൾ സർപ്പം സമൂഹത്തിന് കുറച്ച് നന്മ ചെയ്യുന്ന ജീവിയാണെന്ന് പാമ്പ് സുരേഷിനോട് ചോദിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ പാമ്പ് വേലായതിനോട് ചോദിച്ചാൽ മനസ്സിലാവും. കാരണം പെട്ടിയിൽ കമന്ന് കിടന്നിട്ട് സർപ്പങ്ങളുടെ കൂടെ കിടന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഒരു സാധനം മാത്രം തുറന്നു വെച്ച് കുറേ നേരം കിടന്നിട്ടുണ്ട്. ഓക്സിജൻ അല്ലെങ്കിൽ ചത്തുപോകും. പക്ഷേ ഈ സർപ്പങ്ങൾ മുഴുവൻ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന അയാൾക്കെന്താ കുഴപ്പം? അതുകൊണ്ട് സർപ്പത്തിനെ ഉപദ്രവിച്ചാൽ അതിനുള്ള പണി കിട്ടും തന്നെയാണ് എനിക്ക്. അപ്പോൾ ഏത് ജീവിയെ ഉപദ്രവിച്ചാലും കിട്ടും. പക്ഷെ സർപ്പത്തിന് പരിഹാരങ്ങൾ ചെയ്യാറുണ്ട്. പരിഹാരങ്ങൾ ചെയ്യല്ല, പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് ചെയ്യും. അങ്ങനെയാണ് പതിവ്. നമ്മൾ സർപ്പത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കരുത്. സർപ്പത്തെ എന്നല്ല, ഒരു ജീവിയെ ഉപദ്രവിക്കരുതെന്നാണ് എൻ്റെ പക്ഷം. അത് നമുക്ക് എല്ലാവർക്കും ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ എഴുതി വെച്ചാൽ എല്ലാ ജീവികൾക്കും ഇവിടെ അവകാശമുണ്ട് എന്ന് കരുതി കടിച്ച കൊതുകിനെ കൊല്ലാത്ത ആളൊന്നല്ല ഞാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.